പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഇറക്കപ്പെട്ടത് അബ്ദിന്റെ മേലിലാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ എന്നല്ല പറഞ്ഞത്, അബ്ദിന്റെ മേലിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത്. അതിനൊരു കാര്യം വളരെ കൃത്യമാണ്. ഈ ഖുർആൻ ഇറക്കപ്പെട്ട് അത് ഉള്ളിലേക്ക് കയറിയാൽ അവൻ അബ്ദായി തീരും എന്നതാണ് അതിന്റെ പൊരുൾ. അങ്ങനെ അബ്ദിന്റെ മേലിലാണ് ഇറക്കപ്പെട്ടത്, അബ്ദുല്ലാഹ്. അപ്പൊ അതിന്റെ പ്രകാശം കിട്ടിയാൽ അബ്ദായി തീരും. അബ്ദുദ്ദുന്യ, അബ്ദുദ്ദീനാർ, അബ്ദുദ്ദിർഹം ഇതാവാതെ അബ്ദുല്ലാഹ് ആയി തീരണം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. അങ്ങനെ അബ്ദാകുന്ന ആളുകൾക്ക് അവരുടെ സമയങ്ങൾ 4 രൂപത്തിലായിരിക്കുമെന്നാണ്. ഒന്ന്, അവരെ അള്ളാഹുമായി സംഭാഷണം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന സമയം 24 മണിക്കൂറിനിടയിൽ. 2, അവർ അവരോട് തന്നെ സംസാരിക്കുന്ന സമയം. അതിന് നമുക്കൊരു സമയം കിട്ടുക റമദാനിലാണ് പരിശീലിക്കേണ്ടത്. നമ്മളോട് സംസാരിക്കുക. ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ പ്രസംഗിച്ചാൽ പോരല്ലോ, ഞാൻ എന്നോട് പ്രസംഗിക്കണ്ടേ? അതില്ലാത്തതാണ് പ്രഭാഷകന്മാര് ജനങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം. ആളുകൾ പ്രഭാഷകന്മാരെ അംഗീകരിക്കണില്ല. കാരണം അവരോട് സംസാരിക്കണില്ല. കിതാബിൽ എന്തെങ്കിലും വിഷയം കണ്ടാൽ ആൾക്കാരോട് പറയാൻ പറ്റിയൊരു വിഷയം കിട്ടിയെന്നാണ് ഇപ്പൊ ഞാനൊക്കെ ചിന്തിക്കുന്നത്. ആളുകളോട് പറയാൻ പറ്റിയൊരു മാറ്റർ കിട്ടിയെന്നാണ് എന്നെ പോലെയുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് നന്നാവാൻ പറ്റിയൊരു വിഷയം കിട്ടിയെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. എന്നിട്ടല്ലേ ജനങ്ങളോട് പറയാം. അവ നമുക്ക് നമ്മളോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകണം. സഹാബാക്കളൊക്കെ അതിന്റെ ആളുകളായിരുന്നു. അലിയാര് മിമ്പറിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് കാര്യമുണ്ട്. ആരുട്ട് അവിടെ ഇല്ലേനും നോക്കുമ്പോ അവരോട് തന്നെയാണ് സംസാരിക്കുന്നത്. അലിയെ അടങ്ങി നിന്നോ, ഈ ദുന്യാവിന്റെ ചതിയിൽ പെടണ്ട അലിയെ. അലിയാര് സംസാരിക്കുന്നത് അലിയാരോടാണ്. ഉമറുൽ ഖത്താബ് വഫാത്താന് ശേഷം അവരെ മയ്യിത്ത് ഒൽപ്പിക്കുന്ന സമയത്ത് ഈ പെരടി ഭാഗത്ത് കറുത്ത വരകൾ ഉണ്ടായിരുന്നു എന്നാണ്. കറുത്ത പാടുകൾ, അടി കിട്ടിയ പാടാണ്. ഉമറുൽ ഖത്താബിനെ ഇപ്പൊ ആരാ അടിക്കണ്? ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായി. ഒറ്റ കുട്ടിക്കും അടിക്കാൻ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ എന്താണെന്നറിയോ, പാതിരാവിൽ എണീറ്റിട്ട് ചാട്ടവാര കയ്യിലെടുത്തിട്ട് സ്വന്തം ശരീരത്തെ വിചാരണ ചെയ്യാണ്. എന്താ കരുതിയത്? ജമീറുൽ ഉമിനാന്നോ? അത് ശരി, അതുകൊണ്ടപ്പ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് കയ്യിലുള്ള ചാട്ടവാറുകൊണ്ട് പെരടിക്ക് അവരെ തന്നെ അടിക്കുക. അവരെ കൈകൊണ്ട് അവരുടെ പുറത്ത് കിട്ടിയ അടിയുടെ പാടായിരുന്നു മയ്യിത്ത് ഒളിപ്പിക്കുന്ന ആളുകൾ കണ്ടിരുന്ന അടിയെന്ന. ഭരണം കയ്യിൽ കിട്ടിയ സമയത്ത് നമ്മൾ ഖത്താവ് ചെയ്തൊരു സംഗതി ചരിത്രത്തിൽ പറയുന്നുണ്ട്. അവർക്ക് ഭരണം കിട്ടി. ആ സമയത്ത് കാട് കയറി. എന്നിട്ട് വിറക് വെട്ടിയിട്ട് അത് കെട്ടാക്കി. എന്നിട്ട് തലമ വെച്ചു. എന്നിട്ട് നാട് ഭരിക്കുന്ന ഭരണാധികാരി മദീനയുടെ ഊടുവഴികളിലൂടെ ഈ കെട്ട് തലയിൽ വെച്ചിട്ട് പറയാ, വിറക് വേണോ? ആരായി പോണത്? നാടിന്റെ മന്ത്രി. വിറക് വേണോ വിറക് വേണോ എന്ന് വെച്ച് നടക്കാം. ഈ രംഗം കണ്ട് ഉർവത്ത് ഇബ്നു സുബൈർ എന്ന മഹാൻ റളിയല്ലാഹു അൻഹു അവരാകെ അങ്ങോട്ട് വഷളായി. അവരൊന്ന്, ഉമ്മറെ നിങ്ങളെ തെരഞ്ഞിട്ട് പുറം ലോകത്തുനിന്ന് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് മദീനന്റെ രാജാവിനെ തെരഞ്ഞിട്ട്. ആ സമയത്ത് നിങ്ങളിങ്ങനെ തലയിൽ വിറകിന്റെ കെട്ടിട്ടിട്ട് വിറക് വേണോ വിറക് വേണോ എന്ന് പറഞ്ഞ് നടന്നാൽ നാടിനൊരു മോശമാണത്. നിങ്ങൾക്ക് പൈസ അല്ല ആവശ്യം, അത് ഞാൻ ഉണ്ടാക്കി തരാം. ആ കെട്ട് ഇങ്ങോട്ട് വെക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കി തരാം. എത്ര നിങ്ങൾക്ക് പൈസ വേണ്ട ഞാൻ ഉണ്ടാക്കി തരാം. എന്നാൽ നിങ്ങൾ കടുങ്കൈ ചെയ്യരുത് എന്നാണ്. നാടിന് മോശമാണത്. അപ്പോഴാ മുഖത്താറിന് ഉർവത്തെ, എനിക്ക് പൈസന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അതിനു വേണ്ടി കച്ചവടം നടത്തുമല്ല. നേരെ മറിച്ച് ഞാൻ ഭരണാധികാരിയായപ്പോഴേ കുറെ ആളുകൾ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കാനും അഭിനന്ദിക്കാനും പലതും പറഞ്ഞ് ജാക്കിടാൻ തുടങ്ങി. അപ്പൊ എനിക്കിങ്ങനെ തോന്നി ഞാൻ തിരക്കടില്ല എന്ന്, സ്വന്തം തോന്നി. അതൊന്നും മനസ്സിൽ നിന്ന് പോയി കിട്ടാനാണ് ഞാൻ ഈ വിറക് തലയിൽ വെച്ച് നടക്കുന്നത്. അല്ലാതെ എനിക്കിതിന്റെ പൈസ ആവശ്യമൊന്നുമില്ല. കണ്ടില്ല നിങ്ങള്? സ്വയം ശരീരം, സ്വയം മനസ്സിനെ എങ്ങനെ സംസാരിച്ച് അവരതിന്റെ പണികളെടുത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത് ഇത്രത്തോളം കാട് കയറിയിട്ട് വിറക് വെട്ടിയിട്ടൊന്നും നടക്കേണ്ട ആവശ്യം നമുക്കില്ല, നമുക്കതിന് കഴിയൂല. പഴയ കാലത്ത് അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് സമുദായത്തെ വർപ്പിച്ചിട്ട് അതിനെ തൊട്ട് തെറ്റി നിൽക്കണവരൊന്നും നല്ലവരല്ല എന്ന് ചിത്രീകരിക്കുന്ന ഗംഭീരമായ പ്രഭാഷണത്തിന്റെ കാട് കയറലല്ല ആവശ്യം. പക്ഷെ അതിനൊക്കെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. പറ്റാവുന്ന പരുവത്തിലൊക്കെ നമ്മളും ശരീരത്തെയും മനസ്സെയും കീഴ്പ്പെടുത്താൻ വേണ്ടി സ്വന്തം സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുക. രാത്രി ഇപ്പൊ അത്താഴത്തിന് എണീച്ചാൽ പിന്നെ വേറെ സമയം കിടക്കണേ കിടന്നോളി, എന്നിട്ട് ഇങ്ങനെ സ്വന്തത്തിനോട് സംസാരിക്കുക. അപ്പൊ രണ്ടായി, ഒന്ന് പടച്ചവനോട് സംസാരിക്കുക, സ്വന്തത്തിനോട് സംസാരിക്കുക. 3, കെട്ടികളെയും കുട്ടികളൊക്കെ പോറ്റാൻ വേണ്ടി ഹലാലായ പണികൾ എടുക്കുക. 4, ഹലാലായ ശഹ്വത്തിൽ ഏർപ്പെടുക. ഹലാലായ ഈ 4 രൂപത്തിലല്ലാതെ അബ്ദിന് ഈ ദുനിയാവിൽ 5ാമത്തെ ഒരു ചാൻസ് ഇല്ല എന്നാണ്. ഇങ്ങനെ രൂപത്തിൽ സമയത്തെ കൃത്യമായി ക്രമീകരിക്കാനുള്ള പാകപ്പെടുത്തലിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ നമുക്ക് ബാധ്യത എന്നോണം ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ പട്ടിണിയിൽ വിഷയം കലാശിക്കാൻ വേണ്ടിയല്ല. അങ്ങോട്ട് നമ്മൾ ഉയരണം. എന്താണോ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെ അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവും. അന ഇൻദ ളന്നി അബ്ദി ബി വ അന മഅഹു ഇദാ ദക്കറനി ഫൈദാ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി ഫൈദാ ദക്കറനി ഫിൽ മലഇ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും മുഹമ്മദ് മുസ്തഫ. എന്റെ അബ്ദ് എന്നെ കുറിച്ച് എന്താണോ കരുതിയത് അതുപോലെ ഉണ്ടാവും ഞാൻ എന്നാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബിന്റെ കാലത്ത് ഒരു മനുഷ്യണ്ടായിരുന്നു, തമ്മാടിത്തരം ചെയ്ത് മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞു അയാൾ വേറെ ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ടപ്പോ അവിടുന്ന് തമ്മാടിത്തരം ചെയ്തു. അപ്പൊ അള്ളാഹ് പറഞ്ഞു ആർക്ക് എത്തി നോക്കാൻ കഴിയാതെ വാപ്പയും മക്കളും കുട്ടികളൊന്നും വരാത്ത ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു. മൂസാ നബി ഇടവിട്ടിട്ട് അയാളെ ഒരാൾ എത്തി നോക്കാത്ത അന്നം വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അപ്പൊ അയാള് ഇനി തെറ്റിയാളെ സൗകര്യം സാഹചര്യം ഇല്ലല്ലോ, എല്ലാത്തിനും ഒഴിഞ്ഞെന്ന് മാത്രല്ല അയാൾ ആകെ പട്ടിണി കിടന്ന് ഭക്ഷണം എത്തിക്കാൻ ഒരാളില്ലാത്തോണ്ട് നടക്കാൻ കഴിയാതെ രോഗിയായി മാറി അവിടെ കിടന്നു. ഇതിനാണ് അള്ളാഹ് കൊണ്ടുപോയിട്ടത്. രോഗിയായി ഒറ്റക്കൊരു സ്ഥലത്താണ് കിടന്നു. പിന്നെ ശ്വാസം വിടാൻ പോലും മെനയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വെപ്രാളം കൊണ്ടപ്പോ അള്ളാഹ് എന്നുള്ള ബോധം അങ്ങോട്ട് കയറി. ചിലരങ്ങനെ വേണ്ടി വരും. അള്ളാന്നുള്ള ബോധാണ് കേറിയിട്ട് ഇയാളെ കണ്ട് നിലയും വിളിയും കൂടാൻ തുടങ്ങി. അപ്പൊ തൗബീഖാണ് കടന്നു. പഠിച്ചോനെ എനിക്ക് പൊരുത്തപ്പെട്ടായിരുന്നു. എന്റെ കൂടെ ഇവിടെ എന്റെ ഭാര്യ ഇല്ല, എന്റെ കുട്ടികളില്ല, എന്റെ വാപ്പല്ല, എന്റെ അമ്മ ഇല്ല, എനിക്ക് ഇയ്യേ ഉള്ളൂ. അത് പറയാൻ അവിടെ കൊണ്ടുപോയിട്ടത്. അല്ലെങ്കിൽ പറയില്ല എനിക്ക് നീയേ ഉള്ളൂ റബ്ബേ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞതോടുകൂടി അയാളെ മുമ്പിൽ അതാ വാപ്പയും ഇമ്മയും ഭാര്യയും കുട്ടികളൊക്കെ വരണേ. ഇത് വാപ്പയും ഇമ്മയും ഭാര്യയും കുട്ടികളല്ല, മലക്കുകൾ ആ രൂപത്തിൽ വന്നതാണ്. വന്നിട്ട് അസ്രായിൽ അലൈഹിസ്സലാം റൂഹിനെങ്ങനെ പിടിക്കാൻ സമയം കുറഞ്ഞ സമയമുള്ളൂ. അപ്പൊ മൂസാ നബിക്ക് അള്ളാഹ് വിവരം കൊടുത്ത് ഇന്ന സ്ഥലത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട മനുഷ്യണ്ടല്ലോ അയാളുടെ അടുത്തൊന്ന് പോയി, എന്നിട്ട് അയാളെ മയ്യിത്ത് സംസ്കാരം ഒക്കെ നിങ്ങൾ നടത്തണം, ആള് എന്റെ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മൂസാ നബി അത്ഭുതപ്പെട്ട് പോയി നോക്കിയപ്പോ അയാളെ ഭാര്യയും കുട്ടികളും വാപ്പയും ഇമ്മയൊക്കെ അടുത്തുണ്ട്. മൂസാ നബി അവരോട് പറഞ്ഞു ഇവിടെ ആരുമില്ല, നിങ്ങൾ ഈ മയ്യത്ത് ഒറ്റക്കൊള്ളൂ. അപ്പൊ മയ്യത്ത് അയക്കണ്, മയ്യത്ത് ഒറ്റക്കൊള്ളൂ. എന്നാലും പടച്ചവനോട് പറഞ്ഞ് നിങ്ങളൊക്കെ ഇവിടുന്ന് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ച്, ഞങ്ങൾ വാപ്പയമ്മയൊന്നല്ല മൂസാ നബി, ഞങ്ങൾ മലക്കുകളാണെന്ന് പറഞ്ഞു. അപ്പൊ അയാളെങ്ങനെ അള്ളഹാനോട് പറഞ്ഞില്ലേ എനിക്ക് ആരുമില്ല പടച്ചോനേന്ന്. അത് അള്ളാഹ് സ്വീകരിച്ചിട്ട് അയാളെ കണ്ണില് വാപ്പാന്റെ ഉമ്മാന്റെ കുട്ടികളെ രൂപത്തിൽ മലക്കുകൾ കണ്ട് ഇറക്കിയതാണ്. ഇതാണ് പടച്ചോനെ. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഫീഖത്തി ബിവലദിഹാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ യുദ്ധ തടവുകാരെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്, അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം, അങ്ങോട്ട് ബത്തപ്പാടിൽ ഇങ്ങനെ വട്ടം കറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഈ പെൺകുട്ടിന്റെ ഒരു ചെറിയ പൊന്നു മോനുണ്ട്, മുലകുടിപ്രായാണ്. ആ കുട്ടിനെ കിട്ടായിട്ട് ഉമ്മാന്റെ ബത്തപ്പാടും ബേജാറുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓടിയപ്പോ കുട്ടിനാണ് കിട്ടിയപ്പോ ഈ പെണ്ണ് ആ കുട്ടിനെ എടുത്തിട്ട് മുത്തിയിട്ട് മടിയിൽ വെച്ചിട്ട് മാറ് തുറന്നിട്ട് പാല് കൊടുക്കുകയാണ്. അപ്പൊ പാല് കൊടുക്കുന്ന രംഗമൊന്നും കണ്ടതല്ല. പക്ഷെ ഈ നോട്ടത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് അള്ളാന്റെ കാരുണ്യം പറയാൻ വേണ്ടി അവരുടെ ഹൃദയത്തെ ഞെടുക്കാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സഹാബ അങ്ങോട്ട് നോക്കി, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള വാത്സല്യം എത്ര നിങ്ങൾക്കറിയോ? അപ്പൊ സഹാബാക്കള് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, മുത്തുനബിയെ ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹം നമുക്ക് അറിയാലോ. എന്നിട്ട് റസൂലുള്ള ഒരു ചോദ്യം ചോദിച്ചു, ആ കുട്ടിനെ പാല് കൊടുത്തോണ്ടിരിക്കുന്ന കുട്ടിനെ ആ ഉമ്മ അടുപ്പിലേക്ക് എറിയോന്ന് വെച്ചു.
തീയിലേക്ക് എറിയോന്ന് വെച്ച് അള്ളാഹിന്റെ സ്നേഹം അറിയിക്കാൻ വേണ്ടി പറയണം. ഇവര് കൈമലർത്തി അതെങ്ങനെയാണ് എറിയ? ആ കുട്ടിനെ കിട്ടാനല്ലേ ആ തള്ള വെത്തപ്പാടിൽ ഓടി നടന്നത്. കിട്ടിയപ്പോ വാരി പുണർന്ന് ഉമ്മ വെച്ചിട്ട് ഇപ്പൊ പാല് കൊടുക്കല്ലേ, ഇക്കുട്ടിനെ എങ്ങനെ അടുപ്പ് കയറിയ അത് നടക്കൂല അറിഞ്ഞു. എന്നാലേ ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ളതിനേക്കാളും വലിയ സ്നേഹം പടച്ചവന് അടിമകളോടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. കേട്ടപാടെ സഹാബാക്കളൊക്കെ കരയുകയാണ്. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഫീഖത്തി ബിവലദിഹാ. ഇത് നമ്മുടെ മനസ്സിലാണ്ട് ഉറപ്പിച്ചാൽ തെറ്റുകുറ്റങ്ങളൊക്കെ കഴിഞ്ഞു പോയതൊക്കെ പോട്ടെ, അത് അള്ളാഹ്ക്കൊരു പ്രശ്നേ അല്ല എന്നാ. ദാവൂദ് നബിനോട് ഒരിക്കൽ അള്ളാഹ് പറഞ്ഞത് ഇങ്ങനെയാണ്, സാധാരണ എല്ലാരോടും പറഞ്ഞതിന് നേരെ എതിരായി പറഞ്ഞു. ദാവൂദ് നബിയെ, അന്തിരിൽ ഇബാദ വബശ്ശിരിൽ മുദ്നിബ, നിങ്ങൾ തെറ്റ് ചെയ്ത ആളുകളെ സന്തോഷവരെ അറിയിച്ചോളി, ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കും ചെയ്തോളി. ഇത് അങ്ങനെ അള്ളാഹ് പറയലില്ല, നേരെ തിരിച്ചാണ് പറയുന്നത്. അപ്പൊ ദാവൂദ് നബി ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരെ പേടിപ്പിക്കുക, തെറ്റ് ചെയ്യുന്ന ആളുകൾ സന്തോഷിപ്പിക്കുക എന്താന്ന് വെച്ചു. ഇബാദത്ത് ചെയ്ത് നടക്കുന്ന ആൾക്കാരോട് ആ ഇബാദത്തിന്റെ പേരിൽ പവർ കാട്ടിയിട്ട് സ്വർഗം ഉറപ്പിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞോളി. തെറ്റ് ചെയ്യുന്ന ആളുകളോട് അവർ ചെയ്തത് എത്ര വലിയ ബടാ തെറ്റാണെങ്കിലും പടച്ചവന്റെ മഗ്ഫിറത്തിനോട് തൊട്ടിച്ചു നോക്കിയാൽ അത് ഒന്നുമല്ല, പടച്ചവന്റെ മഗ്ഫിറത്തിൽ ഒതുങ്ങാത്തൊരു തെറ്റും തമ്മാടിത്തരവും ഇല്ല എന്നും പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പോ ഏത് തെറ്റ് ചെയ്ത ആളുകൾക്കും നിരാശയുടെ കയ്പ് നീര് കുടിച്ച് തളർന്നു കിടക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അല്ലാഹു അർഹമു ബിഇബാദിഹി മിനൽ വാലിദത്തി ശഫീഖത്തി ബിവലദിഹാ. പിന്നെന്താവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് സ്വർഗത്തെ വലിയ ദർജ എടുത്തേക്കും. ഇത് ഹദീസാണ്. ആ ദർജയ്ക്ക് അവന്റെ ഇപ്പോഴത്തെ ഈ പോക്കും അവന്റെ ഇബാദത്തൊന്നാണ്ട് എത്തണില്ലെങ്കിൽ അള്ളാഹ് പിന്നെ ചെയ്യുന്ന ഒരു പറയുണ്ട്, അവന്റെ ശരീരത്തിന് സോക്കട് കൊടുക്കും. രോഗമുള്ളവരൊക്കെ സന്തോഷിച്ചോളി, മാറാൻ ദ്വാർക്കും ചെയ്തോളി. രോഗം അല്ലാഹു തആല മാറ്റി വെച്ചതല്ല, അല്ലാഹു തആല വലിച്ചെറിഞ്ഞു എന്നതിന്റെ തെളിവല്ല, പടച്ചോൻ സ്നേഹിച്ചു എന്നതിന്റെ തെളിവാണ്. എന്നാ ചികിത്സിക്ക, ദ്വാരക്ക, മാറിയിട്ടില്ലെങ്കിൽ പരാതി വേണ്ട, ആഖിറത്തേക്ക് സമ്മാനത്തിന് അള്ളാഹു നീട്ടിവെക്കണാണ്. കാരണം അള്ളാഹ്ക്കറിയാം ഈ മീഡിയം സൈസ് പോക്ക് പോയാൽ അള്ള എടുത്തച്ച കൊട്ടാരം കിട്ടൂല, ലോക്കല് പരിപാടിയെ സ്വർഗത്ത് കിട്ടുള്ളൂ. അള്ളാഹു താലക്ക് ചില ആളുകൾക്ക് മുത്തനബിന്റെ അടുത്തായിട്ട് കൊട്ടാരത്തിൽ വരെ പാർപ്പിക്കണം എന്ന് ആഗ്രഹം വന്ന് ഇവന്റെ ഈ മീഡിയം സൈസ് പോക്കിൽ അവിടെ എത്തൂല എന്നുണ്ടെങ്കിൽ അവന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, എന്തെങ്കിലും ബലാ ഇട്ട് കൊടുക്കും. ആ ബലായിൽ അവൻ പിടിച്ചു കയറി ക്ഷമിച്ച് ദ്വാരുന്ന അള്ളാന്നും പറഞ്ഞ് നടന്നാൽ ഞങ്ങളുടെ മരിച്ചു കൊടുത്താൽ മതി, നേരെ ഉന്നത സ്ഥാനത്തെത്തും. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു പറഞ്ഞോ കേട്ടൊക്കെ കബൂലാക്കട്ടെ. സുബഹിക്ക് ശേഷം അള്ളാഹിനെ കുറിച്ചാണ് എല്ലാ ദിവസവും പറയല്. അതുകൊണ്ട് ഇന്ന് റഹ്മത്ത് മനസ്സിലാക്കാനുള്ള ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്നാണ്. പടച്ചോൻ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടാത്തത്? ഇന്നലെ ഒരാള് എന്നോട് വിളിച്ചു ചോദിച്ചു, ഉത്തരം കിട്ടിയോ ഇല്ലേ എന്നത് ഉറപ്പിക്കൽ ആഖിറത്തിൽ പോയിട്ടാണ്, ഇവിടുന്ന് പറ്റൂല. ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, നമ്മള് ദ്വാരന്നിട്ട് ഉത്തരം കിട്ടിയോ ഇല്ലേ എന്നിട്ട് തീരുമാനമാക്കല് ആഖിറത്ത് പോയിട്ടാ. പരീക്ഷ കുറെ ആണ്ട് എഴുതി വെച്ചു, എന്നിട്ട് പിറ്റേന്ന് പോകുമ്പോ പറയാം എന്താ റിസൾട്ട് വരാത്ത, എന്താ റിസൾട്ട്? അത് പരിശോധിച്ചതിന് ശേഷം പട്ടിക തൂങ്ങിയാലേ ഉറപ്പാവുള്ളൂ. നമ്മൾ ദ്വാരക്ക, ഉത്തരം തരാന്നല്ല പറഞ്ഞതാണ്. എപ്പ തരും, എങ്ങനെ തരും, എത്ര തരും, ഇത് നമുക്ക് വിട്ടു തന്നതല്ല, അത് സ്വകാര്യമാണ്. ഇനി പെട്ടെന്ന് ഉത്തരം കിട്ടിയാലും നമ്മൾ സന്തോഷിക്കൊന്നും വേണ്ട. മുമ്പ് മഴയ്ക്ക് വേണ്ടി ദ്വാരുന്നു, വലിയൊരു മഹാന്റെ കയ്യിൽ ഗ്രാമവാസികൾ മൊത്തം മഴ ചെയ്തില്ല. അപ്പുറത്ത് ക്രിസ്ത്യാനികൾ ദ്വാരുന്നു, മഴ ചെയ്തു. ഈ തമിഴുള്ളതാണ്. ക്രിസ്ത്യാനികൾ ദ്വാരുന്നു, ദ്വാ കഴിഞ്ഞതിന് മുമ്പ് മഴ ഉണ്ട്. ഇവര് ദ്വാരുന്നു, എത്ര കഴിഞ്ഞിട്ടും മഴ പെയ്യുന്നില്ല. അപ്പൊ ആളുകളൊക്കെ പഠിച്ചു നമ്മളെ ദ്വാക്ക് ഇജാബത്തില്ല, ക്രിസ്തു മതക്കാർക്ക് ഇജാബത്ത് കൊടുക്കും ചെയ്തു. അപ്പൊ ഈ വസ്വാസിന്റെ ആളുകളൊക്കെ അങ്ങോട്ടൊന്നും കളം മാറിയാലോ എന്നിങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മ ചിന്തിച്ചാൽ തന്നെ കാപ്പറാവും. അപ്പോഴാണ് സഹൽ ബിൻ അബ്ദില്ല, അന്ന് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായിരുന്നു, അവരെ ഇറങ്ങി വന്നിട്ട് ഇവരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ 2 പ്രാവശ്യം കൂടി ദ്വാരക്കി, അപ്പൊ വരുന്നതാണ് അള്ളാഹു താല റഹ്മത്തിൽ തരുന്ന മഴ. ഇപ്പൊ ചോദിച്ചത് കൊടുത്തതാണ്. നിങ്ങളെ ദ്വാ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്, അത് കുറച്ച് നീണ്ടു കെട്ടേന്ന് കരുതിയിട്ട് അള്ളാഹു താല പെട്ടെന്ന് തരാതിരുന്നതാണ്. 2 പ്രാവശ്യം കൂടി ചോദിക്കുന്നത്. ഇവര് 3 പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് നാട് മുഴുവനും പേമാരി കൊണ്ട് നിറഞ്ഞത്. അങ്ങനെ അള്ളാഹ്ക്ക് ഒരു പണിയുണ്ട്, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നന്നായിട്ട് ഇങ്ങനെ ദ്വാരക്കണവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അദ്വാഉ വൽ ഇബാദ, ദ്വാന്റെ ഇബാദത്താണ്.
അപ്പൊ അതിന് ചിലപ്പോൾ പെട്ടെന്ന് തന്നില്ല എന്ന് വരും. പെട്ടെന്ന് തന്നാൽ നമ്മൾ ചോദ്യം നിർത്തും, അപ്പൊ ഈ ഭാഗത്ത് മുടങ്ങും, അപ്പൊ അള്ളാഹിലേക്ക് ബന്ധപ്പെടൂല. ഇങ്ങനെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ പല രൂപത്തിലായിട്ട് ഉത്തരമുണ്ട്. ആ രീതിയൊക്കെ ഞാൻ വേണമെങ്കിൽ വേറെ സമയത്ത് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിരാശ വേണ്ട എന്നാണ് പറഞ്ഞതിന്റെ ആകത്തുക. നന്നായി ദ്വാർക്കാൻ പറ്റുന്ന, നമ്മളോട് പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. എന്നിട്ട് അള്ളാഹിലേക്ക് അടുക്കുന്നത് പോലെ മറ്റു മാസങ്ങൾ എടുക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. അർഹമർ റഹീമീനായ അല്ലാഹ്, പറഞ്ഞത് കേട്ടത് പകർന്നത് നുകർന്നത് കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സവാബിനെ നിന്റെ അഹബ്ബായ അത്യബായ അൻവറായ ഞങ്ങളുടെ ഷഫീആയ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ പവിത്ര ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റേ അമ്പിയാക്കൾ മുർസലിങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. ലോകത്തിന്റെ അഷ്ടദിക്കിൽ ബർസഖി വിഷമത്തിൽ കഴിയുന്ന മുഴുവൻ മഹാന്മാർ മഹദികളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മഹാന്മാരിൽ എത്തിക്കണേ അല്ലാഹ്. കാട്ടിലെ തങ്ങളടക്കം മരക്കാർ ഉസ്താദടക്കം ഈ സ്ഥലത്തിന് നാമധേയം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിറാജുദ്ദീൻ നിങ്ങളടക്കം തൊട്ടടുത്തുള്ള ഷെയ്ഖ് അബ്ദുറഹ്മാൻ നക്ഷബന്തി അടക്കം എല്ലാവരിലും എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളിൽ കൂട്ടുകുടുംബാദികൾ ഉറ്റവരിൽ ഉടവരിൽ സ്നേഹിച്ചിരുന്നവരെ സേവിച്ചിരുന്ന സന്തോഷിപ്പിച്ചിരുന്നവരിൽ പലരും ഖബറിലാണ്. അവർക്കൊക്കെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നോമ്പുകാരായ ഞങ്ങളെ 5 ദിവസം പിന്നിട്ടു റബ്ബേ, ഞങ്ങളെ നീ നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാഹ്. നീ സ്നേഹിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നിനക്ക് വഴിപ്പെടുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ്. ന്യൂനതകൾ നീ വിട്ടുപൊറുക്കണേ അല്ലാഹ്. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അല്ലാഹ്. അസഹ്യമായ പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വേദനകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. തളർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഷുഗർ, പ്രഷർ, പ്രമേയം, ഇതുപോലെ ബ്ലോക്ക്, അറ്റാക്ക്, ക്യാൻസർ, ഇതിന്റെ സാധ്യതകളോ ശാഖകളോ നൽകല്ലേ അല്ലാഹ്. ങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ലേ അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ലേ അല്ലാഹ്. കടമായി മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, കല്യാണത്തിന് പ്രായമുള്ളവർക്ക് ഉചിതരായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം നന്നാക്കണേ അല്ലാഹ്. ശരീരം നന്നാക്കണേ അല്ലാഹ്. സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. ആയുസ് നന്നാക്കണേ അല്ലാഹ്. മരണം നന്നാക്കണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. കടൽ തൊഴിലാളികൾക്ക് സമ്പത്ത് തുറന്നു കൊടുക്കണേ അല്ലാഹ്. പ്രവാസികൾക്ക് പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാടിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേ അല്ലാഹ്. ദീനിന് താങ്ങും തണലുമായ ആളുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن تعلق بنا ولمن ماتوا منا ولمن أطعمنا ولمن فطرنا ولمن أفطرنا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله. أسألك الجنة وأعوذ بك من